ഒന്ന് ആലോചിച്ച് നോക്കി, ഷെയ്ൻ സബ്ബൊക്കെ തുറക്കുന്നതിനെ പറ്റി. സബ്ബോ? സബ്സ്ക്രിപ്ഷൻ. ഞാൻ ഏത് കാലത്താണ് ജീവിക്കുന്നത്? സത്യം, അതെ. അങ്ങനല്ല, നിങ്ങളൊക്കെ ഏതോ പബ്ബിലൊക്കെ വെച്ചിട്ട് ഫുൾ ചില്ല് ചെയ്യുന്നുണ്ട്. ഏത് പബ്ബ്? അറിഞ്ഞാൽ ഞങ്ങൾ വരില്ലേ പബ്ബിന് മുമ്പിൽ? ഞങ്ങൾ വന്നില്ലെങ്കിൽ ആ പബ്ബിന്റെ മുന്നിൽ നീലക്കുയിലുണ്ടാവും. ഉറപ്പാ. അങ്ങനെയെങ്കിൽ 2026 ഫിഫ വേൾഡ് കപ്പ് തൂക്കാൻ പോകുന്നത് മെസ്സിയോ റൊണാൾഡോ? റൊണാൾഡോ തൂക്കും തോന്നുന്നു. റീസെന്റ് കണ്ട സിനിമാറ്റിക് മാസ് വിജയം, വിജയ് ഓർ വിഡി? വീടി തൂക്കി ചുവന്ന കരങ്ങളോടെ. വിഡി സതീശൻ. ഞാൻ വിജയ് ദേവരകൊണ്ടാന്നൊക്കെ ആലോചിച്ചു എന്റെ ഇടയിൽ കൂടെ. മമ്മൂട്ടി ഓർ മോഹൻലാൽ? മോഹൻലാൽ ആസ് എൻ ആക്ടർ, മമ്മൂട്ടി ആസ് എ പേഴ്സൺ. ശരിക്കും എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ. നിങ്ങൾ ശരിക്കും ആരാണ് ഇതിനകത്ത്? ഏതാണ് ശരിക്കും ചെയ്യുന്നത്? ലൈഫ് സ്മാർട്ട് ആക്കാൻ ടെക്യുണ്ട്. ട്രെൻഡിനൊപ്പം മുന്നേറാം, ടെക്യുവിനൊപ്പം അപ്ഡേറ്റ് ആകാം. ഷെയ്ൻ്റെ ഇപ്പോഴത്തെ റീസെന്റ് ഫിലിംസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഷെയ്ൻ്റെ കരിയർ ടോട്ടൽ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ, ഹിറ്റ് പാട്ടുകൾ, നേരത്തെ പറഞ്ഞ പോലെ ബാങ്കബിൾ ആക്ടർ ആകുമ്പോൾ അല്ലെങ്കിൽ പടത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം തോളയിൽ എടുക്കുമ്പോൾ, ഈ പറഞ്ഞ ഹീറോയ്ക്ക് കൊമേഴ്ഷ്യലി ഹിറ്റായിട്ടുള്ള പാട്ട് എത്രത്തോളം ആവശ്യമാണ്? വളരെ ആവശ്യമാണ്. നമുക്കൊരു സിനിമ ബ്രാൻഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം പാട്ടാണ്. ഇപ്പൊ ഒരു നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പാട്ട് ഹിറ്റ് ഔട്ടാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇത് സംഭവിക്കലാണ്. നമ്മളിപ്പോൾ പറയുവാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നല്ല പാട്ടാണല്ലോ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഇത് ഹിറ്റ് ആവും ഇവൻ ചാലക്കാർ ചെയ്യുമ്പോഴാണെങ്കിലും കൊള്ളാം, നല്ല പാട്ടാണ്, ഇത്രയേ ഉള്ളൂ. കാര്യം അതിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്ത് ഹിറ്റാവും, എന്താണ് ആൾക്കാർ ഏറ്റെടുക്കുക, എന്താണ് ഈ പറഞ്ഞ റീൽസിൽ കൺവേർട്ട് ആവുക നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പാട്ട് ഹിറ്റായി ഒരു ആക്ടർ അറിയുന്നത് എങ്ങനെയാണ്? അത്യാവശ്യം ആൾക്കാർ റീക്രിയേറ്റ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും റീൽസിലൂടെ. ഓക്കെ. കാര്യം ജാലക്കാരി ഇറങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആ ടൈമിൽ ലോകം റിലീസാണ്, ലോകം മൂവി റിലീസാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 3-4 ദിവസം ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ ഉള്ളൂ. ഞാനിങ്ങനെ നമ്മുടെ PR-നോട് ചോദിച്ചു, നല്ല പാട്ടാണല്ലോ ബ്രോ, എന്താണ് ആൾക്കാർ അങ്ങനെ അധികം ശ്രദ്ധിക്കണില്ല, ഒരു 3 million 4 million എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല കൗണ്ടാണ്, ഞാൻ പറഞ്ഞ ഇതല്ല. പക്ഷെ അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം മാറി, ആൾക്കാർ ഹുക്ക് സ്റ്റെപ്പ് അടിക്കാൻ ചെയ്തു തുടങ്ങി. അതൊരു കുറച്ച് ടൈം കൊണ്ട് തന്നെ 1 lakh ഇൻസ്റ്റാഗ്രാമിൽ ഹുക്ക് സ്റ്റെപ്പ് റീൽസ് റീക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. അത് ഭയങ്കര പരിപാടിയാണെന്നുള്ള സാധനം. അത് ഒരു ഗ്രാജുവൽ പ്രോഗ്രാമാണ്. ഓക്കെ. ഇനി വിഷ്വൽസിലേക്ക് വരുമ്പോൾ, ഷെയ്ന് നല്ല ഉഗ്രമായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാമെന്നുള്ളത് പാട്ടിൽ അഡ്വാൻറ്റേജ് ആണോ, അല്ലെങ്കിൽ ഒരു ഹിറ്റ് പാട്ട് ഉണ്ടാക്കാൻ അതിൻ്റെ വിഷ്വൽസ് ഉണ്ടാക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആണോ? അത് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാനിപ്പോൾ ഡാൻസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഹാൽ സിനിമയിലെ പാട്ടുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അത്യാവശ്യം ഡാൻസ് ഉള്ള പാട്ടുകളുണ്ട്. പക്ഷെ ആ പാട്ടുകൾക്ക് ഒരു ലിമിറ്റഡ് പരിപാടിയാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് പറഞ്ഞാൽ അത്യാവശ്യം 3 million 4 million റീച്ചൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ റീച്ച് ഇല്ലാത്ത പാട്ടൊന്നല്ല, പക്ഷെ അതൊരു അതിൽ കവിഞ്ഞൊരു ഹിറ്റിലേക്ക് അത് പോയിട്ടില്ല. എന്നാൽ അതിൽ ഡാൻസ് ഉണ്ട് താനും. എന്നാൽ ഈ പറയുന്ന നീലനിലവിലും ഡാൻസ് ഉണ്ട്, ചാലക്കാടിയിലും ഡാൻസ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ഇത് ഹിറ്റായി എന്ന് പറയാനും പറ്റില്ല. പക്ഷെ എന്നാലും ആക്ടർക്ക്, ഹീറോയ്ക്ക് അഡ്വാൻറ്റേജ് അല്ലേ നല്ല ഉഗ്രം ഡാൻസ് കളിക്കാൻ അറിയാമെന്നുള്ളത്? ആണ്. കാര്യം നമ്മുടെ ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ സജീവമായിട്ട് ഞാൻ മാത്രം ചെയ്യണുള്ളതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ. ഈവൻ അത് എക്സ്പ്ലോർ ചെയ്യപ്പെടാനുണ്ടെന്ന് തോന്നുന്നു ഇനി. തീർച്ചയായിട്ടും അത് എനിക്ക് ആഗ്രഹമുള്ള ഒരു മേഖലയാണ്. കാര്യം എന്തെങ്കിലും വ്യത്യസ്തമായ സ്റ്റെപ്പ് പരിപാടി, കാര്യം അങ്ങനത്തെ ഒക്കെ പടങ്ങളൊക്കെ വന്നതിന് നല്ലതാ. കളർ പരിപാടികൾ എന്റർടൈൻമെന്റ് ആണല്ലോ, അത് വേണം, പ്രോഗ്രാം വേണം. ഓക്കെ. ഇത്ര എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ഷെയ്ൻ നിഗം ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരിക്കുന്നത് മിനിമലിസ്റ്റ് എന്നാണ്. ഈ ഇൻസ്റ്റാഗ്രാം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അതായത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡിൽ നിന്നൊക്കെ പരിപാടി ടോട്ടലി മാറി. പീപ്പിൾ ആർ ഏർണിംഗ് ലാക്സ് ഫ്രം ഇൻസ്റ്റാഗ്രാം. അങ്ങനത്തെ ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പബ്ലിക് ഫിഗർ ഇൻസ്റ്റാഗ്രാമിൽ മിനിമലിസ്റ്റിക് ആവുന്നത് ശരിക്കും ബുദ്ധിയാണോ? ബുദ്ധിയല്ല അത്, പക്ഷെ എനിക്ക് ബുദ്ധിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ഇവിടെ ആൾക്കാർ ഭയങ്കര കൊളാബറേഷൻസ് ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വേറൊരു സ്ട്രീമിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവരാണ്. ബട്ട് സ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുമ്പോൾ പോസ്റ്റ് മാത്രം ഇട്ടാൽ യു ക്യാൻ ഓൾസോ ഏൺ മോർ മണി ഫ്രം ദാറ്റ്, അല്ലേ? ബട്ട് വൈ എന്തുകൊണ്ട് മറ്റേ മിനിമലിസ്റ്റ് ആവുന്നു? അല്ലെങ്കിൽ ഷെയ്ൻ്റെ പേജ് നോക്കിയാലും സിനിമയുടെ പ്രൊമോഷൻ എലമെന്റ് ഒക്കെ അല്ലാതെ ഭയങ്കര ഒന്നുമില്ല. വൈ? ബട്ട് വൈ? ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ബ്രോ. എനിക്ക് ഒരു കംഫർട്ടായിട്ടുള്ള സ്പേസിൽ മര്യാദ സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പം ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനുള്ള ആ ഒരു പരിപാടി എനിക്ക് അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഷെയ്ൻ സബ്ബൊക്കെ തുറക്കുന്നതിനെ പറ്റി. സബ്ബോ? അതെന്താന്ന് അറിയില്ലല്ലോ. സബ്ബോ അവിടെ തന്നെ ഇരുന്നു. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പുതുതായിട്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ, നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സ് ആമസോണൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ഫോളോവേഴ്സ് അല്ലാതെ. ഞാൻ ഏത് കാലത്താണ് ജീവിക്കുന്നത്? സത്യം, അതെ. അങ്ങനല്ല, എനിക്ക്
ബ്രോ ഞാൻ കുറച്ച് എനിക്കിതൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, വലിയ ധാരണയൊന്നുമില്ല. എല്ലാം അറിയാത്ത പോലെ ഭാവിക്കണമല്ലോ ഇന്റർവ്യൂവർ ആകുമ്പോൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംബന്ധം ചെയ്യാൻ പറ്റിയതാണ്. നോർമലി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും ഫ്രീ ആയിട്ട്. ബട്ട് സബ്സ്ക്രൈബേഴ്സായിട്ട് അവർക്ക് വേണ്ടി മാത്രം ഫോട്ടോസ് പോസ്റ്റോ റീലുകൾ ഇടുന്ന പരിപാടിയാണ്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലൈക്ക് നെറ്റ്ഫ്ലിക്സ് ഓർ ആമസോൺ 300 രൂപ എടുത്തെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ സാധ്യതയുണ്ടോ ഭാവിയിൽ തുടങ്ങാൻ? അതെന്താന്ന് ചോദിച്ചാൽ എന്നോട് തന്നെ അങ്ങനെ ചോദിക്കണം. എനിക്കറിയില്ല, സാധ്യത കുറവായിട്ടാണ് തോന്നണേ. ഇനി അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആമ്പിള്ളേരൊക്കെ സബ് തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് കാര്യം. ഇത് മൊത്തം അൽഗോരിതം അറിയാലോ. ഇപ്പൊ നമ്മള് വെറുതെ ഇനിയിപ്പോ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആൾക്കാർ കാണേണ്ടതെല്ലാം കണ്ടോളൂ. അവര് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ പൈസ കൊടുത്തിട്ടോ ഒക്കെ കണ്ടോളൂ. ആൾക്കാർക്ക് അതൊക്കെ ഇൻട്രസ്റ്റ് ആണ്. ഇൻസ്റ്റഗ്രാമിലൊന്നും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ സെൻസേഷനായി ഉണ്ടായിരുന്ന തിയേറ്ററുകളെ ഇളക്കി മറിച്ച വാഴ 2 കണ്ടിരുന്നോ? കണ്ടിരുന്നു. അത്തരം വാഴ ഫ്രാഞ്ചൈസിലുള്ള സിനിമകൾ അല്ലെങ്കിൽ അത്തരം ഫൺ റൈഡ് സിനിമകൾ ഷെയ്ൻ നിഗം എന്ന ആക്ടറിന് ഇഷ്ടമാണോ? പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കാണാനും ചെയ്യാനും. ആ ഒരു എനർജിയുള്ള പടം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഓക്കെ. ഈ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റോറിയെ പറ്റി പറഞ്ഞല്ലോ, അങ്ങനത്തെ സ്റ്റോറി ചിലപ്പോൾ ഷെയ്നിൽ എത്തിയിട്ടുണ്ടാവില്ല, നമ്മൾ മുമ്പേ സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ഒരു ആക്ടർക്ക് ചിലപ്പോൾ ഇത്തരം പരിപാടികൾ ഒക്കെ ഇങ്ങനത്തെ പടം ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിലപ്പോൾ ഭയങ്കര ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഒരു ആക്ടർ എങ്ങനെ അത് മെറ്റീരിയലൈസ് ചെയ്യും? മനസ്സിലായി, വഴി നടത്താൻ പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഇങ്ങനെ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പിന്നീട് മനസ്സിലാക്കിയെന്നു പറയാം, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇവരെ കുറച്ച് P1 മമ്മൂക്ക പോലും പല കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നല്ല ഡയറക്ടേഴ്സിനോട് പറയുന്നു. എനിക്കാണ് മമ്മൂക്കനെ ഏതോ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നല്ല എന്ന് വെച്ചാൽ നമുക്കും പറ്റുന്ന ഒരു പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് പറയും. ഓക്കെ. പക്ഷേ ഷെയ്ൻ നിഗം അങ്ങനെ പറയാറില്ലല്ലോ. പറയാൻ എനിക്ക് എന്തോ ഒരു ചാൻസ് ചോദിക്കാൻ എന്തോ ഒരു മടിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ. ഓക്കെ, അതിനെപ്പറ്റി കൂടെ ഞാൻ കാര്യം ചോദിച്ചേ. ഇന്നത്തെ കാലത്ത് 2026 ഇങ്ങനെ നമ്മളെ വെച്ചൊരു പരിപാടി ചെയ്യിച്ചാൽ പറഞ്ഞ ചാൻസ് ചോദിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം സാധാരണ ഒരു അഭിനയിക്കാൻ ആദ്യമായിട്ട് വരുന്ന ഒരാൾ ആണ് ചാൻസ് ചോദിക്കൽ. നിങ്ങൾ ആക്ടേഴ്സ് ചാൻസ് ചോദിക്കൽ എന്ന് പറയുമ്പോഴും അത് ചാൻസ് ചോദിക്കലല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ആയിരിക്കുമല്ലോ. അതുപോലും 2026 ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമല്ലേ ഷെയ്നെ? കുഴപ്പമില്ല, സെറ്റാണ്. പ്രത്യേകിച്ച് ആഴ്ചയ്ക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സിനിമയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് എന്താ കാര്യം എന്ന് പറയും, നമുക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന നമുക്ക് ഉന്തി മരം കയറ്റാൻ പറ്റില്ല. ഇത് നമ്മൾക്ക് ഇപ്പോൾ ഒരാൾ കഥ എഴുതാൻ വേണ്ടി ആ പേനയൊക്കെ എടുത്തിരുന്ന് അയാൾ എഴുതി ഇത്രയും കാലങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ട് അയാൾ ആലോചിക്കുന്നതാണ് ഇയാൾ കറക്റ്റ് ആയിരിക്കും. ആ പടം ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇപ്പം നമ്മളല്ലെങ്കിൽ ഒരു റൈറ്ററിനോട് പറയണത് ഇന്ന കഥ ഒരു ഐഡിയ കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നിങ്ങളൊന്ന് വർക്ക് ചെയ്യും, അതൊക്കെയാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് അല്ലാതെ നമ്മളൊരു സ്ഥലത്തോട്ട് നമ്മളൊരു ഫോസ്റ്റായിട്ട് എൻട്രി ചെയ്യണ അത് എനിക്ക് അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. റിയൽ ലൈഫിൽ ഷെയ്ൻ നിഗം ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തിട്ടുള്ളത് യെസ്സുകളുടെ പേരിലാണോ നോകളുടെ പേരിലാണോ? യെസ്സുകളുടെ പേരിലാണ്. യെസ്സുകളുടെ പേരിലാണ്. നോയ്ക്കൊന്നും ഒരു റിഗ്രറ്റ് വേണ്ടി പറ്റില്ല. നോ നമ്മൾ നോയാണ് അതിനകത്ത് വേറെ നമ്മൾ റിഗ്രറ്റ് ഒന്നും ഇല്ല. ഒരു നോ പറഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നോ മാറ്റിയിട്ടുണ്ടോ? സാധ്യത കുറവാ. ഓക്കെ. സോ സിനിമയ്ക്കുള്ളിലെ സൗഹൃദം എങ്ങനെയാണ്? ലൈക്ക് ഷെയ്ൻ്റെ തന്നെ ഏജിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സ് ആക്ടേഴ്സ് പറയുകയാണെങ്കിൽ ബേസിൽ അല്ലെങ്കിൽ നസ്ലൻ, സന്ദീപ് ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്? നിങ്ങൾ കാണാറുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കാറുണ്ടോ? ഞാൻ ബേസിലായിട്ട് നമ്മുടെ CMന്റെ ഒരു പരിപാടിക്ക് കഴിഞ്ഞ ഒരു തവണ കണ്ടിരുന്നു. നസ്ലനെ കണ്ടിട്ട് കുറേ നാളായി. പിന്നെ ആരും വെച്ചാൽ സന്ദീപിനെ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. ഞങ്ങളുടെ മാത്രം വിചാരമാണ് നിങ്ങൾ സിനിമാക്കാരൊക്കെ തമ്മിൽ ഞങ്ങളുടെ വിചാരം അറിയോ, നിങ്ങളൊക്കെ ഏതോ പബ്ബിലൊക്കെ വെച്ചിട്ട് ഫുൾ ചില്ല് ചെയ്യുന്നുണ്ട്. ഏത് പബ്ബ് അത് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഏത് പബ്ബാണ് അറിയാൻ ഞങ്ങൾ വരില്ലേ പബ്ബിന് മുമ്പിൽ. ഞങ്ങൾ വന്നില്ലെങ്കിൽ ആ പബ്ബിന്റെ മുന്നിൽ നീലക്കുയിലുണ്ടാവും, അതറപ്പാ. തമിഴ് സിനിമയില് മദ്രാസ്കാരൊക്കെ ചെയ്തല്ലോ, തമിഴ് സിനിമയിലോട്ട് കയറിയല്ലോ. തമിഴ് സിനിമയിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടൊരു റവന്യൂ ഷെയറിംഗ് മെത്തേഡിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഫിക്സഡ് ഫീസ് അല്ല ആക്ടേഴ്സിന്, പകരം ലൈക്ക് പ്രോഫിറ്റും ലോസും ആക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന ഒരു പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ട്സ് യു ടേക്ക് ഓൺ ദാറ്റ്? മലയാള സിനിമയിലേക്ക് നാളെ ഒരുപക്ഷെ അത് വരാൻ സാധ്യതയുണ്ടോ? മലയാള സിനിമയിൽ ഇപ്പോഴങ്ങനെ ഓൾറെഡി കുറച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് സിനിമയ്ക്ക് നല്ലതാണോ? സിനിമയ്ക്കാണോ ആക്ടർക്കാണോ നല്ലത്? അതെനിക്കറിയില്ല. അത് ബേസിക്കലി അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊഡ്യൂസറും കൂടെ ആണെന്നുള്ള രീതിയിൽ കാണേണ്ടി വരും. പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ റവന്യൂ ഷെയറിനോട്, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ഒരു സേ
എന്ന് പറഞ്ഞില്ലേ, അത് വേണം, അതുണ്ടെങ്കിൽ നമുക്ക് ഈ റവന്യൂ ഷെയർ ഒന്നും വിഷയമല്ല. കാര്യം നമുക്കപ്പോൾ അറ്റ് ദി എൻഡ് എന്ന് വെച്ചാൽ നമുക്കൊരു കൺവിൻസിംഗ് ആയ പ്രോഡക്റ്റ് ആൾക്കാരിലേക്ക് ഇറക്കി വിടണം എന്നുള്ളതാണ്. അതായത് ഡയറക്ടർ ഒരു സാധനമായിട്ട് വന്ന ആ വിഷൻ കംപ്ലീറ്റ്ലി ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇത് പകുതി വെച്ച് മുറിഞ്ഞു വരുത് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം. ഓക്കെ, നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ദിസ് ഈസ് ജസ്റ്റ് എ പിക്ക് വൺ റൗണ്ട്. തമ്മിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം പിക്ക് ചെയ്യുക. ഓക്കെ, സോഷ്യൽ മീഡിയ പ്രസൻസ് ഓർ കംപ്ലീറ്റ് പ്രൈവസി? സോഷ്യൽ മീഡിയ പ്രസൻസ് ഓർ കംപ്ലീറ്റ് പ്രൈവസി? കംപ്ലീറ്റ് പ്രൈവസി. പ്രൈവസി. റിസ്കി സ്ക്രിപ്റ്റ്സ് ഓർ സേഫ് ഹിറ്റ്? അതില്ല, സേഫ് ഹിറ്റ് ഇല്ല. ഇല്ല, മറ്റേ ടേബിൾ പ്രോഫിറ്റ് പരിപാടി അതില്ല. അതാണ് ഏറ്റവും ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു. അത് മറ്റേ പ്രൊഡ്യൂസറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ചെറിയൊരു നമ്പർ മാത്രമാണ്. ഇത് ഈ പടത്തിൽ ഇതുണ്ട് എന്ന് ഈ പടം ഹിറ്റാവും. ഒരിക്കലും ഇല്ല. ഇപ്പോൾ നമുക്ക് വാഴ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ദിവസം മുമ്പ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറയണതാണ് ഇതാണ് നാളെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ പടം ഇൻഡസ്ട്രി ഹിറ്റാകാൻ പോണ പടം എന്ന് പറഞ്ഞാൽ ആരിലും വിശ്വസിക്കും. മനസ്സിലായി, ഒരാളും വിശ്വസിക്കില്ല. ഇവിടെ ആ മേക്കറോ അല്ലെങ്കിൽ ഇല്ലാത്ത അഭിനയിച്ച ഒരുത്തൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കത് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ഇപ്പൊ ഈവൻ എൻ്റെ ഇപ്പുറത്തേക്ക് കുറച്ചും കൂടെ മറ്റേ സീരിയസ് വേറൊരു സാധനമായിരുന്നു എക്കോ, വേറൊരു പരിപാടിയായിരുന്നു. ആ സിനിമയും ഇത്രയും പ്രശംസിക്കപ്പെടും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്ന. അതാണ്. അപ്പൊ ബേസിക്കലി അതും എല്ലാം ഡിഫറെന്റ് ജോണേഴ്സ് ആണ് നമുക്കിപ്പോ ശരിക്കും പറഞ്ഞുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വെച്ച് ചോദിക്കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ സദാശിവൻ വേറൊരു ഹൊറർ പരിപാടി ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നു. ഇപ്പൊ അതും കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യുന്നു, അടിപൊളിയായിട്ട് ചെയ്യുന്നു. ഇപ്പൊ ബാബുൽ രമേശ്, നമ്മുടെ ഇഷ്കിന്തകാന്ഡം, ദിഞ്ജിത്ത്, ഇവര് വേറെ പരിപാടി ചെയ്യുന്നു. ഇപ്പുറത്ത് വിപിൻ ദാസ് വേറെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നു. അതെ, അതൊക്കെ ഗംഭീര പരിപാടിയല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഇൻഡസ്ട്രിക്ക് കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈഡ് ആവുകയാണ് നല്ലതായിട്ട്. ഇപ്പൊ അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖാലിദ് റഹ്മാൻ വേറെ ടീം, ഇത് വേറെ ടൈപ്പ് പടങ്ങൾ. ഈ പറഞ്ഞ പേരുകളിൽ ആരുടെയെങ്കിലും കൂടെ ഷെയ്ൻ നിഗം പടം ചെയ്യാൻ സാധ്യതയുണ്ടോ? വിളിച്ചാ നോക്കാം, എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും അപ്രോച്ച് ഇല്ല. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ പിക്ക് വൺ. ആക്ടിങ്ങിന്റെ കാര്യത്തിൽ റീഇൻവെൻഷൻ ഓർ കൺസിസ്റ്റൻസി? റീഇൻവെൻഷൻ. ആക്ടിങ് ഇസ് മോർ ലൈക്ക് എ തെറപ്പി ടു മീ, ആക്ടിങ് ഇസ് മോർ ലൈക്ക് എ ടോർച്ചർ ടു മീ? തെറപ്പി. നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വേറൊരു സാധനം ഉണ്ട്, ഒരു ഹൈ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞാൽ ഈ ഹൈയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഫുൾ ടൈം ആക്ടറാണ്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, 19 പാട്ട് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ. നിങ്ങൾ ശരിക്കും ആരാണ് ഇതിനകത്ത്? ഏതാണ് ശരിക്കും ഷെയ്ൻ നിഗം? ഒന്നുമല്ല, ശൂന്യത. ഓക്കെ, ശൂന്യമാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷെയ്ൻ്റെ ചാലഞ്ചിങ്, ഷെയ്ൻ എന്ന ആക്ടർക്ക് ചാലഞ്ചിങ്, പ്രിയദർശൻസ് ഹ്യൂമർ ഓർ LJP's chaos? പ്രിയദർശൻസ് ഹ്യൂമർ. എനിക്ക് ഒരു ധാരണയില്ല അതെങ്ങനെ ചെയ്യുമെന്ന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ലൈഫ് കൂടുതൽ സമാധാനം ഉണ്ടായിരുന്നു, ലൈഫ് ബിഫോർ AI ഓർ ലൈഫ് വിത്ത് AI? വിത്ത് AI കുഴപ്പമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം എൻ്റെ ഒരു പുതിയ ഫോണിനകത്ത് എൻ്റെ പെങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അടിക്കും, മറ്റേ ചൈനീസ് കോസ്റ്റ്യൂം ഇട്ട് കൊടുക്കൂ, സാധനമൊക്കെ അടിച്ചിട്ട് വേറെ ഒരു കുരങ്ങിനെ സൈഡിൽ വെച്ച് കൊടുക്കൂ, സാധനങ്ങൾ മറ്റേ പെറ്റായിട്ട്. അങ്ങനെ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം ആയിട്ട് തോന്നി. ഇതൊക്കെ ആര് ചെയ്താ? ഞാൻ ചെയ്തത്. പെങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് കുരങ്ങിനെ അടുത്ത് വെച്ചിട്ട്. അതായത് രസമല്ലേ, അത് മറ്റേ ചൈനീസിൻ്റെ കൂടെ മറ്റേ കുരങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച്. മനസ്സിലായി. ഇതൊക്കെ AI കൊണ്ട് എനിക്ക് അത്രയൊക്കെ അതിനെ പറ്റി അറിയുള്ളൂ. ഇനി അത് കൂടുതൽ വേറെ പ്രശ്നങ്ങളുണ്ടോന്നൊന്നും അറിയില്ല. ക്ലോണിംഗ് ഒക്കെ വന്നു, ഷെയ്ൻ നിഗത്തിനെ പോലെ ഇരിക്കുന്ന സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്യും, കണ്ടില്ലേ? കുഴപ്പമില്ല. എന്തായാലും ഇതൊക്കെ തടയാൻ പറ്റും, നമ്മളെ കൊണ്ട് തടയാൻ പറ്റും. എങ്ങനെ പറ്റും? അവതാർ ലൈസൻസ്. അതായത് ഇപ്പോൾ AI ഉപയോഗിച്ചിട്ട് ഷെയ്ൻ നിഗത്തിന്റെ മുഖം അല്ലെങ്കിൽ ശബ്ദം ക്ലോൺ ചെയ്ത് യൂസ് ചെയ്യാൻ ഉള്ള പരിപാടികളെ തടയാൻ പറ്റും ഇഫ് യു ടേക്ക് സച്ച് എ ലൈസൻസ്. ലൈക്ക് ബ്രാഡ് പിറ്റ് അങ്ങനത്തെ ഹോളിവുഡ് ആക്ടേഴ്സ് ഒക്കെ ഈ പരിപാടി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ മുഖവും ഇവരുടെ ശബ്ദവും ഒന്നും AI യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലൈസൻസിങ് അതെനിക്ക് ഭാവിയിൽ എനിക്ക് കോമൺ ആയി വരും. ഭാവിയിൽ എന്തായാലും ഉറപ്പായിട്ട് ഞാനും എടുക്കും. ഓക്കെ, നമ്മൾ വീണ്ടും കമ്മിങ് ബാക്ക് ടു മറ്റേ പിക്ക് വൺ റൗണ്ട്. 2026 FIFA വേൾഡ് കപ്പ് തൂക്കാൻ പോകുന്നത് മെസ്സിയോ റൊണാൾഡോ? തൂക്കി ചുവന്ന കരങ്ങളോടെ ആരായിരിക്കും തൂക്കാൻ പോകുന്നത് FIFA വേൾഡ് കപ്പ്? റൊണാൾഡോ തൂക്കും തോന്നണം. പക്ഷെ ഞാൻ ഈ ഇങ്ങനെ ഫാനായിട്ട് പറയണല്ല, ഇത് അങ്ങനെ ഇൻസ്റ്റിങ്ക്ട് അങ്ങനെ പറയണം. അതെ, മെസ്സി ഒന്ന് തൂക്കിയല്ലോ, അതുകൊണ്ടായിരിക്കാം. ആണല്ലേ, മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് ഉണ്ട്, റൊണാൾഡോയ്ക്കാണ് വേൾഡ് കപ്പ് ഇല്ലാതെ. നല്ല കാര്യം. അങ്ങനെയെങ്കിൽ റീസെന്റ് കണ്ട സിനിമാറ്റിക് മാസ് വിജയം, വിജയ് ഓർ VD സതീശൻ? ഞാൻ വിജയ് ദേവരകൊണ്ടാന്നൊക്കെ ആലോചിച്ചു. ശരിയാണല്ലോ, ഷോർട്ട് ഫോം. റീസെന്റ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത 2 വിജയങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് പരിപാടി ഉണ്ടെന്നൊക്കെ ആൾക്കാർ
പറഞ്ഞ 2 വിജയങ്ങളാണ്. വിജയുടെ വിജയമാണോ വി ഡി സതീശന്റെ വിജയമാണോ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് ഷെയ്നിന് തോന്നിയത്? മാസാൻ തോന്നിയത് വിജയുടെ തന്നെ ആണ്. ഒരു ഫസ്റ്റ് ടൈം അല്ലേ നിക്കുന്നത്, 2 വർഷത്തിൽ പാർട്ടി ഉണ്ടാക്കി. പെട്ടെന്ന് ഒരു പരിപാടി ആയിരുന്നല്ലോ. എന്ന് വെച്ചാൽ ഞാൻ റിട്ടയർ ചെയ്യുന്നു, ഞാൻ പരിപാടി നിൽക്കുന്നു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തോന്നുമല്ലോ, ഒരു ഓൾറെഡി ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഓൾറെഡി പാർട്ടി അവിടെ ഭരിക്കുന്നു, അപ്പൊ ഒരു പുതിയൊരാൾക്ക് എത്രത്തോളം ആൾക്കാരെ സ്വീകരിക്കും എന്നുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാവുമല്ലോ. സതീശൻ സാറിന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു പൊളിറ്റീഷ്യൻ ആയിട്ട് ആ ഇമേജ് ഉണ്ട്. ഇതൊരു ആക്ടർ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറണേയുള്ള അതിനെനിക്ക് തോന്നുന്നു സിനിമാറ്റിക് ആയി വിജയുടെ. ഓക്കെ, സോ വി ആർ അബൌട്ട് ടു വൈൻഡ് അപ്പ് ദ ഷോ. ഇത് കുറെ നേരം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ കുറച്ചധികം നേരമായി തുടങ്ങിയിട്ട്. നമ്മൾ ഈ ഷോയുടെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഈ ഫൈനൽ റൗണ്ടിന്റെ പേര് ഷൂട്ട് ബാക്ക്. ഇത്ര നേരം അങ്ങോട്ട് ചോദ്യം ചോദിച്ചാലേ 3 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാം, എന്ത് ചോദിക്കാം. അത് അന്നും ഉണ്ടായിരുന്നില്ലേ, മുമ്പും ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഷോയിൽ ഈ പരിപാടി ഉണ്ട്. നമ്മൾ മാത്രമല്ല, നിങ്ങൾക്കും ചോദ്യം ചോദിക്കാം, എന്ത് വേണം ചോദിക്കാം. അടിച്ചോ. എന്ത് പറഞ്ഞ് ഒരു മയത്തിലൊക്കെ വേണം. ഈ അടുത്ത കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇൻ മലയാളം? വാഴ ടു. യോ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൃഢം പറഞ്ഞമായിരുന്നോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പ്രമോഷൻ ചെയ്യണമെന്ന് തോന്നുള്ളൂ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അതെ. പിന്നെ മൈക്കിൾ ജാക്സന്റെ ഫാനാണോ? യെസ്. എന്തുകൊണ്ട്? പുള്ളിക്കാരനെ പറ്റിയിട്ട് ഞാൻ വായിച്ചതാണ്, ശരിയാണല്ലോ എന്ന് അറിഞ്ഞുകൂടാ. അതായത് അദ്ദേഹം ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ച് എത്തിയതാണ് ആ പൊസിഷനിൽ. അതെ, മാനിഫെസ്റ്റേഷൻ്റെ അതെനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം ആഗ്രഹിച്ചൊക്കെ എത്തുന്നതിനൊരു മറ്റേ അമ്മാതിരി പീക്ക് വരെ ആഗ്രഹിച്ച് എഫേർട്ട് ഇട്ട് അതിനുവേണ്ടി ഗ്രൈൻഡ് ചെയ്ത് എത്തുക എന്ന് പറഞ്ഞ പരിപാടി വേറെ ലെവൽ. അത് നമ്മൾ എപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞ? പക്ഷെ ഞാൻ പറഞ്ഞത് അതെ, അയാളുടെ ആ പ്രോസസ്സിൽ നമ്മൾ അറിയുമായിരുന്നു. ഇയാളിങ്ങനെ ഇത്ര ഇത് ആഗ്രഹിക്കേണ്ടെന്ന് പുള്ളിനെ പറ്റി നമുക്ക് അറിയില്ല. പുള്ളി വേറെ തന്നെ ഒരു മനുഷ്യൻ, വേറെ സോളാണ് പുള്ളി. സത്യം ഭയങ്കരമായിട്ട് നമ്മുടെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് പറയാൻ പറ്റിയ എനിക്ക് വേണം ഒരേ ഒരു സ്റ്റാറേ ഉള്ളൂ. അതെ, ഇന്ന് നിലവിലുള്ളൂ. അതെ, അത് മാത്രമല്ല ആ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. മറ്റേ ആ കാലത്ത് ആ പോപ്പുലാരിറ്റി, ആ വേവ്. ഇതെന്താന്ന് പറയുക, അതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. അന്നൊരു പാട്ട് ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് സാധാരണക്കാരിലേക്ക് എത്താൻ ഒരു ടൈം എടുക്കും, 1 മാസം 2 മാസം. ഓക്കെ, നമുക്ക് ഇന്നിപ്പോൾ ഒരു പാട്ട് ഇറങ്ങിയാൽ അന്നത്തെ ദിവസം വൈകുന്നേരം എത്തും. പക്ഷെ 2 മാസത്തിൽ ഈ പാട്ട് ഔട്ട്ഡേറ്റഡ് ആവും. ഓക്കെ, ഇത് 2 മാസം കൊണ്ട് എത്തിയ പാട്ടാണ്, കാലങ്ങളോളം നിൽക്കണമെന്നുള്ളതാണ്. അത് അന്നത്തെ സ്റ്റാർസിനോ അല്ലെങ്കിൽ അവർക്കുള്ളൊരു അഡ്വാൻറ്റേജാണ്. പക്ഷെ അന്ന് വേറെ തന്നെ ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഇന്നത്തെ പോലത്തെ പരിപാടിയല്ല. അന്നത്തെ 10 ഇരട്ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഇന്ന് അത്രയും കണ്ടന്റുകൾ വരുന്നുണ്ട്, ഇന്ന് അത്രയും പാട്ടാണ്. എന്നാൽ ഇതിനകത്ത് വൈറലായി ഹിറ്റാവുന്നത് എണ്ണം പെടുന്ന പാട്ട് 1000-1. അത് തന്നെയാണ് പടങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. ആർട്ട് ബേസിക്കലി ഇന്ന് നമുക്ക് ചെയ്യാൻ എളുപ്പമാക്കി തന്ന്, പക്ഷെ ഇതില് വിസിബിൾ ആവാന്നുള്ള ഒരു പ്രോസസ്സ്. അതെ, നമ്മുടെ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കോമ്പീറ്റ് ചെയ്യുന്നത് അനേകായിരം സാധനങ്ങളോടാണ്. അതെ, അതിൽ ഏതാണ് ഹിറ്റ് ആവുക അത് നമുക്കെന്നാ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതെ, ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ഒരു 30 സെക്കൻഡ് പ്രോഗ്രാമിലോട്ടേക്ക് മാറി. പാട്ടുകളും പൊതുവെ അങ്ങനെയുള്ള സാധനങ്ങൾ, അത്രയും കണ്ടന്റുകൾ അതിൽ ചുരുക്കണം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. നമ്മളിപ്പോ എന്തിനാ ഇത് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മൈക്കിൾ ജാക്സനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. മൂന്നാമത്തെ ചോദ്യം ഒരു കോൺട്രവേഴ്സി ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇത് പണി കൂടെ എനിക്ക് കുറെ തന്നിട്ടുണ്ട്, ഞാനിത് കുറച്ച് തരാം. ചൂസ് ചെയ്യണം, 2 ഓപ്ഷൻ തരും, അതിൽ ചൂസ് ചെയ്തേ പറ്റും. പേടിപ്പിക്കാതെ കാര്യം മമ്മൂട്ടി ഓർ മോഹൻലാൽ തമ്മിലൊന്ന് ചൂസ് ചെയ്യണോ? തമ്മിലൊന്ന് ചൂസ് ചെയ്തേ പറ്റും. ഓക്കെ, മോഹൻലാൽ ആസ് എൻ ആക്ടർ, മമ്മൂട്ടി ആസ് എ പേഴ്സൺ. അതെന്താ അങ്ങനെ? എക്സ്പ്ലെയിൻ. ലാലേട്ടന്റെ നമ്പർ എൻ്റെ ഇല്ല, മമ്മൂക്കയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യും. അതുകൊണ്ട് മമ്മൂക്ക ഐ ലവ് ഹിം ആസ് എ പേഴ്സൺ ബിക്കോസ് ഹി റിപ്ലൈസ് ടു മീ. അത് ലാലേട്ടൻ്റെ നമ്പർ ഇല്ലാത്തോണ്ടല്ലേ? ലാലേട്ടന്റെ നമ്പർ ഇല്ലാത്തോണ്ടല്ല, ലാലേട്ടന്റെ നമ്പർ എൻ്റെ ഇല്ലാത്തോണ്ടല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ പറയാമോ? വിടൂലല്ലേ. എനിക്ക് ഈ 2 പേരിൽ ആരെയും ഇഷ്ടമെന്ന് ചോദിച്ചാൽ മറ്റേ ഇതിന്റെ ഉത്തരം ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ചെല്ലാൻ പറ്റില്ല.
ഇപ്പൊ മനസ്സിലായി ഞങ്ങളുടെ അവസ്ഥ. കുറച്ചു മുമ്പേ സന്ദീപ്, ഹാഷിർ, നസ്ലൻ. ചെറുതായിട്ട് എന്റെ ഭാഗത്തും തെറ്റുണ്ട്. തെറ്റല്ലേ? ഇത് മനസ്സിലാക്കാനാണ് ഞാൻ മൂന്നാമത്തെ ചോദിച്ചത്. ഇത് നാട്ടിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇമാര് 2 പക്ഷം ചേർന്ന് നിൽക്കുക. ഓക്കെ, സോ ചോദ്യങ്ങൾ കഴിഞ്ഞോ? കഴിഞ്ഞു. സോ താങ്ക് യു സോ മച്ച് ഷെയ്ൻ ഫോർ കമ്മിങ് ടു ടെക് യു പ്രസൻസ് ദി ആദ്യ മൈക്ക് ഷോ. ഞങ്ങളുടെ ടൈറ്റിൽ പ്രസന്റർ ടെക്യുവിന്റെ വക ഒരു ഉഗ്രൻ ഗിഫ്റ്റ് ഉണ്ട് ഷെയ്ൻ നിഗത്തിന്. താങ്ക് യു. ട്രെൻഡിനൊപ്പം മുന്നേറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉഗ്രൻ ബ്രാൻഡാണ്. ഗാഡ്ജറ്റ്സ്, ലാപ്ടോപ്സ്, ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. നമ്മുടെ ഷോയുടെ ടൈറ്റിൽ സ്പോൺസറോടാണ് ടെക്യു. താങ്ക് യു ടെക്യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു. അറിയാതെ മറ്റേ പഴയ പോലെ വീണ്ടും പറയാൻ വന്നു, കേൾക്കുന്നു. കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും. അതാണ് എന്റെ മറ്റേ റേഡിയോയിൽ നിന്ന് വന്നവരെല്ലാം എനിക്ക് തോന്നുന്നു റേഡിയോ ടാഗ് ലൈൻസ് അവരുടെ ഉണ്ടാവും, മറന്നു പോകാതെ കിടക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും തിരുപ്പി സന്ധിക്കും വരേക്കും വണക്കം.